റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ വൈസ് പ്രസിഡന്റാണ്. അതായത് ഇതിനെ 2-3 കാര്യങ്ങളായിട്ട് നമ്മൾ കാണണം. ഒന്ന്, ഈ ട്രെയിനിൽ ഉറപ്പാക്കേണ്ട 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ യാത്രക്കാരുടെയും റെയിൽവേ പ്രോപ്പർട്ടിയുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനുകളിൽ ഉൾപ്പെടെയുള്ള ഈ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് റെയിൽവേ പോലീസാണ്, ഗവൺമെന്റ് റെയിൽവേ പോലീസ്. അത് കേരള പോലീസാണ് കേരളത്തിൽ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അപ്പൊ ഇന്നലെ ഇപ്പോൾ അതിൽ ആളില്ലായിരുന്നു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഞാനത് ഉറപ്പാക്കിയിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, ഈ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് അറിയാം, എല്ലാ കാറ്റഗറികളിലും കൂടെ ഏകദേശം 3.25 ലക്ഷം, അത് 14 ലക്ഷം ജീവനക്കാരുള്ളതിൽ 3.25 ലക്ഷം ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ട്രെയിനുകളുടെ എണ്ണം കൂടുന്നു, ഓരോ ട്രെയിനുകളുടെയും കോച്ചുകളുടെ എണ്ണം കൂടുന്നു, യാത്രക്കാരുടെ എണ്ണം കൂടുന്നു. പക്ഷെ അതിനനുസരിച്ച് സുരക്ഷാ ജീവനക്കാർ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആയിരുന്നാലും ശരി, റെയിൽവേ പോലീസ് ആയിരുന്നാലും ശരി, അവരെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ വേക്കൻസികളുണ്ട്. ഏകദേശം നമ്മുടെ തിരുവനന്തപുരം ഡിവിഷനിൽ തന്നെ 1000-ൽ താഴെയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ജീവനക്കാരുള്ളത്. അതിൽ തന്നെ ഏകദേശം 100ഓളം ഒഴിവുകളാണ്. അപ്പൊ എല്ലാ ട്രെയിനുകളിലും നിയോഗിക്കാൻ തക്ക ആളുകൾ അവർക്കില്ല. അപ്പൊ അതിനനുസരിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്യുക മാത്രമല്ല, ഇപ്പൊ ഈ ട്രെയിനുകളുടെയും കോച്ചുകളുടെയും എണ്ണം കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അത് ഈ അധിക വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ആളുകളെ നിയമിക്കണം. അതിനൊന്നുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്നില്ല എന്ന് മാത്രമേ. പക്ഷെ ഇന്നലത്തെ സംഭവത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു മാനുഷിക വശമുണ്ട്. എതിർവശത്ത് വന്ന, അതായത് ഇന്നലെ കൊല്ലത്ത് നിന്ന് കന്യാകുമാരിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന മെമു ലേറ്റായാണ് വന്നത്. ആ ലേറ്റായി വന്ന മെമുവിന്റെ ലോക്കോ പൈലറ്റ് ഈ കുട്ടി വീഴുന്നത് കാണുകയും അയാൾ ഉടൻ തന്നെ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്ത് ആ വണ്ടി നിർത്തി ആ കുട്ടിയെ ആ ട്രെയിനിൽ എടുത്ത് കയറ്റി യാത്രക്കാരുടെ സഹായത്തോടു കൂടി വർക്കല കൊണ്ടുപോയി ചേർത്തു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ഇന്ന് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒരു റെയിൽവേ ജീവനക്കാരന്റെ സമയോചിതമായ ഇടപെടൽ ഒരു ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ആ കാര്യം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ ചെയ്ത ലോക്കോ പൈലറ്റിന്റെ പേര് എനിക്കറിയില്ല. ആ ലോക്കോ പൈലറ്റിന്റെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ റെയിൽവേയിലെ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മതിയായ ആൾ, ഒന്ന് നിലവിലുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യുക, 2 അധിക ട്രെയിനുകൾക്കും അധിക കോച്ചുകൾക്കും ആനുപാതികമായിട്ട് RPF ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതിന് മതിയായ റിക്രൂട്ട്മെന്റ് നടത്തുക, അവരെ പരിശീലനം നടത്തി അവരെ വിന്യസിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ റെയിൽവേ നമ്മളെ സംബന്ധിച്ചറിയാം, യാത്രക്കാർ കൂടുതലുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ യാത്ര നടക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ഇവിടെ കൊള്ള കുറവാണ്, അതുപോലെ തന്നെ മോഷണങ്ങളുടെയും റേറ്റ് കുറവാണ്. ഇവിടെ നടക്കുന്നില്ല എന്നല്ല, നിർഭാഗ്യകരമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ നിരക്ക് കുറവാണ്. ഇപ്പൊ നമ്മുടെ ഈ ജോലി ചെയ്യുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ മുറയിലിനെ തകർക്കാതെ തന്നെ അവരെ കൂടുതൽ അവരുടെ ഒഴിവുകൾ നികത്തി അവരെ കൂടുതൽ മെച്ചപ്പെട്ട സേവനം നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ആ മെമുവിൻ്റെ ലോക്കോ പൈലറ്റിനെ അഭിനന്ദിച്ചേ മതിയാവൂ. ഇന്നലെ തന്നെ ഞങ്ങൾ കാര്യം പരാമർശിച്ചതാണ്. ഒരുപക്ഷെ ട്രെയിൻ സ്വയം നിർത്തുക, പിന്നീട് ആ പെൺകുട്ടിയെ രക്ഷിക്കുക എന്ന ആദ്യ ഇടപെടൽ നടത്തിയ അദ്ദേഹം തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിക്കാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വരുന്ന മണിക്കൂറുകളിൽ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ സുശോഭനൻ, ഈ വിഷയത്തിൽ നമുക്ക് റെയിൽവേ ഒഴിവുകൾ അത് മുൻകാലങ്ങളിലൊക്കെ പലവട്ടവും ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതുവിൽ കാണുന്നുവരുന്നതാണ് ഒഴിവുകൾ നികത്തപ്പെടുന്നില്ല, ഉള്ള ജീവനക്കാർക്ക് അധിക ജോലി. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു സ്വാഭാവിക രീതിയാണ്. യഥാർത്ഥത്തിൽ ഈ ജനറൽ കോച്ചുകളോട് സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഇത്രയിടങ്ങളിലോട് പൊതുവിലൊരു വിമുഖത ഉണ്ടോ? ഇതിൽ പലപ്പോഴും ട്രെയിനുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണല്ലോ, പോലീസ് എന്നത് ഒരു വളരെ കുറച്ച ഒരു സംഖ്യയാണ്, പലപ്പോഴും അവരുടെ സാന്നിധ്യം വളരെ കുറവാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ അവർ കടന്നു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെയും തന്നെ കാണാറുമില്ല. അപ്പോൾ ഈ ജനറൽ കോച്ച് യാത്രക്കാരോട് പൊതുവിൽ ഒരു ഒരു അലംഭാവം ആ കാര്യത്തിൽ കാട്ടുന്നുണ്ടോ? അങ്ങനെ തോന്നലുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് മൊത്തത്തിൽ ആൾ കുറവാണ്, അതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് മാൻ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതായിരിക്കും. എന്നാലും അക്കാര്യത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോട് നമ്മുടെ സംഘടന എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷെ അല്ലാതെ ഒരു ജനറൽ അൺറിസർവ്ഡ് കോച്ചുകളോട് അത്തരത്തിലൊരു അവഗണന
ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയുമല്ല. ഈ പലപ്പോഴും നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും റെയിൽവേക്ക് മികച്ച വരുമാനം നേടിത്തരുന്ന സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. കാരണം എല്ലാവരും കൃത്യമായി ടിക്കറ്റ് എടുത്ത് കൂടുതലായി യാത്ര ചെയ്യുന്ന ഇടങ്ങളാണ്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പലപ്പോഴും ടിക്കറ്റ് എടുക്കാൻ ജനറൽ കോച്ചുകളിലൊക്കെ യാത്ര ചെയ്യുന്നവരുടെ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ പൊതുവിൽ നമുക്ക് റെയിൽവേ സംവിധാനങ്ങളോട് കേരളത്തിനോടൊരു അവഗണനയുണ്ട്. നമ്മൾ എല്ലാ കാലത്തും ചൂണ്ടിക്കാട്ടാറുള്ളതാണ്. ഇക്കാര്യത്തിലും വേണ്ടത്ര ട്രെയിനുകളില്ലാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ ട്രെയിനുകളിൽ തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇവിടെ പറ്റുന്ന പിഴവ് എന്താ എന്നൊരു വിഷയം കൂടി ഉണ്ടാവുന്നുണ്ടല്ലോ. കാരണം പൊതുവിൽ റെയിൽവേക്ക് ഈ യാത്രക്കാരോടുള്ള കാര്യങ്ങൾ കാട്ടുന്ന ഒരു വിമുഖത ഇവിടെയും പ്രകടമായിട്ടുണ്ട്. അതുതന്നെയാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണവും? അതായത് റെയിൽവേ ഒരു പൊതു സേവന സ്ഥാപനം എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് അതിനെ കൂടുതൽ വാണിജ്യവൽക്കരിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരുകൾ കുറച്ചു കാലമായിട്ട്. അതായത് നമ്മുടെ ഈ ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ വന്നതിന് ശേഷം 90-കൾക്ക് ശേഷം റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാ ഈ പൊതു സേവന മാധ്യമങ്ങളെയും അത് വാണിജ്യവൽക്കരിച്ച് ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്ന രീതിയാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ മാധ്യമമാണ് ഇന്ത്യൻ റെയിൽവേ. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന, അതായത് അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കുറച്ചുണ്ടാക്കുന്ന ഒരു പൊതു യാത്രാ മാധ്യമമാണ് ഇന്ത്യൻ റെയിൽവേ. പക്ഷെ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫണ്ടിങ്, ബഡ്ജറ്റ് വിനിയോഗം, അവിടെ ഈ പമ്പിങ് ഓഫ് ഫണ്ട് ഇന്ത്യൻ റെയിൽവേയിലേക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ നാനാ മേഖലകളിലും, അത് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി, ഈ സേഫ്റ്റിയുടെ കാര്യത്തിലായിരുന്നാലും ശരി, അതുപോലെ തന്നെ ട്രെയിനുകൾ കൃത്യമായി ഓടുന്ന കാര്യത്തിലായിരുന്നാലും ശരി, മതിയായ ട്രെയിനുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ സ്റ്റേഷനുകളിൽ മതിയായ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, ഒരു പിന്നോട്ട് പോക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഒരു വികസനമുണ്ട്. ഇപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വികസനം നടക്കുന്നുണ്ട്. ആ വികസനമൊന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധനയല്ല, അത് റിയൽ എസ്റ്റേറ്റ് വികസനമാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രോപ്പർട്ടിയെ റിയൽ എസ്റ്റേറ്റ് വികസനം നടത്തിയിട്ട് സ്വകാര്യവൽക്കരിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ഇപ്പോൾ റെയിൽവേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അവഗണിക്കപ്പെടുന്നത് യാത്രക്കാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും സേഫ്റ്റിയാണ്. അത് സംബന്ധിച്ച് ഞങ്ങളുടെ സംഘടനയ്ക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട്. വളരെ നന്ദി ശ്രീ ശോഭൻ സംസാരിച്ചതിന്. എന്തായാലും നമുക്ക് മുന്നിൽ ഓർത്തെടുക്കാൻ കഴിയുന്നത് സൗമ്യയുടെ അനുഭവമാണ്. ട്രെയിനിൽ ഇത്തരത്തിൽ ഒരു ഇടപെടൽ വളരെ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി കൂടി നമുക്ക് ചേരുന്നുണ്ട്. അമ്മ, ഈ സംഭവം